കുട്ടി പീഡനത്തിന് ഇരയായി എന്നടക്കമുള്ള നടുക്കുന്ന വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ തന്നെ ഉയർന്ന ഒരു ചോദ്യമാണ് ഈ പീഡന വിവരങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന്. കുട്ടിയെ ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ട് ഈ പീഡനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ അതേക്കുറിച്ച് അമ്മയുടെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കുട്ടി ലൈംഗികമായി പീഡനത്തിന് ഇരയായത് അറിഞ്ഞിരുന്നില്ല എന്നാണ് അമ്മയുടെ മൊഴി. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ അമിത താല്പര്യം കാണിച്ചു. തന്നിൽ നിന്നും കുഞ്ഞിനെ അകറ്റാനും ശ്രമിച്ചു. ഭർത്താവ് മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുകയായിരുന്നു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പലവട്ടം ഭർത്താവിനോട് ചോദിച്ചെങ്കിലും അതിനൊരു ഉത്തരവും ലഭിച്ചിരുന്നില്ല. മറ്റൊരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാൻ കുഞ്ഞിനെ പ്രേരിപ്പിച്ചിരുന്നു. ഈയിടെയായി കുഞ്ഞിന് തന്നോടുള്ള താല്പര്യവും കുറഞ്ഞു വന്നിരുന്നു. ഇതെല്ലാം തന്നെ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സന്ധ്യ പോലീസിന് മൊഴി കൊടുത്തത്. മാത്രവുമല്ല, തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നു. രണ്ടാം അമ്മയുടെ കീഴിൽ കുട്ടി ജീവിക്കുന്നത് ദുസ്വപ്നം കണ്ടു. കുഞ്ഞിന്റെ ഭാവിയിൽ ആശങ്ക ഉള്ളതുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തി. തന്നെ ഒരു മാനസിക രോഗിയാക്കി. തന്നോട് അവർ ആരും സംസാരിക്കാറേയില്ല. പക്ഷേ ഇളയ കുട്ടിയോട് അവർ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും കാണിച്ചിരുന്നു. ആ വീട്ടിൽ 3 ആൺകുട്ടികളാണുള്ളത്, പെൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മകൾ ജനിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. താനും ഭർത്താവും തമ്മിൽ വേർപിരിയുമ്പോൾ തന്റെ കുഞ്ഞിനെ അവർക്ക് വേണമെന്നായിരുന്നു. ആ കുഞ്ഞിന്റെ അമ്മയായ തന്നെ അവർക്ക് ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. ഭർത്താവിനോട് ഒരുപാട് കാലുപിടിച്ചു പറഞ്ഞതാണ് തന്നെ ഒഴിവാക്കരുത് എന്ന്. തന്നോട് അയാൾ സംസാരിക്കാൻ പോലും താല്പര്യം കാണിച്ചിരുന്നില്ല. അയാൾ മാത്രമല്ല, ആ വീട്ടിലുള്ള ആരും തന്നെ. ഇങ്ങനെയാണ് കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മക്ക് ഒരു മാനസിക അസ്വസ്ഥം ഉണ്ട് എന്ന് അടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഒക്കെ നേരത്തെ ഉണ്ടായത്. ഭർത്താവ് വേറെ വിവാഹം കഴിച്ചാൽ കുട്ടി ഒറ്റപ്പെടുമോ? തന്നെ എന്നേക്കുമായി കുട്ടിയിൽ നിന്ന് അകറ്റുമോ? കുട്ടി എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയൊക്കെ സന്ധ്യയിൽ ഉണ്ടായിരുന്നു. കുട്ടിയോട് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത് ഭർത്താവിന്റെ സഹോദരനായിരുന്നു. തന്റെ വീട്ടിൽ നിന്ന് പോലും കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകും. കൂടെ കിടത്തും, കളിപ്പിക്കും. കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന് പലവട്ടം പറഞ്ഞതും ഇയാൾ തന്നെയാണ്. പക്ഷെ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് അയാൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊന്നും മനസ്സിലായിരുന്നില്ല. തന്റെ കുഞ്ഞിനെ അയാൾ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്ന് സന്ധ്യ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്ന് അമ്മ മൊഴി നൽകിയിരിക്കുന്നു. അമ്മയെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും. കൂടുതൽ വിവരങ്ങൾ അമ്മയിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിലടക്കം നടക്കുന്ന കണ്ടെത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കുഞ്ഞുമായിട്ടുള്ള അടുപ്പം മുതലെടുത്ത് 1.5 വർഷത്തോളമാണ് പ്രതി ക്രൂരപീഡനം നടത്തിക്കൊണ്ടിരുന്നത്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപാണ് പെൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ട വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. കുഞ്ഞിന്റെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു. 1-2 വട്ടമല്ല, നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയാക്കി കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പും കുഞ്ഞ് ഉപദ്രവം നേരിട്ടിരുന്നു. ഇതിന് തെളിവുകൾ അടക്കമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതീവ ഗൗരവപരമായ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ബന്ധുക്കളിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് പിതാവിന്റെ സഹോദരൻ കുറ്റസമ്മതം അടക്കം നടത്തി അയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചു. നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത്. പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകിയേക്കും. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ നടുക്കിയ വാർത്തയായിരുന്നു. കൊലപ്പെടുത്തുന്നതിന്റെ തലേ ദിവസം പോലും ഈ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി, അല്ലെങ്കിൽ അയാൾ ആ കുട്ടിയെ അത്തരത്തിൽ ഉപയോഗിച്ചു എന്നടക്കമുള്ള നടുക്കുന്ന വാർത്തകളാണ് നമ്മെ തേടിയെത്തിയത്. ഈ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കടക്കം വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞ് ആ വീട്ടിൽ നിന്നിരുന്ന ആളാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. ചെങ്ങമനാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടേത് മുങ്ങിമരണമായിരുന്നു. പക്ഷെ ശരീരത്തിൽ പാടുകൾ കണ്ടതാണ് ഡോക്ടർമാരിൽ സംശയം ഉണ്ടായത്. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചത്. വീടിനകത്തു വെച്ച് തന്നെയാണ് പീഡനത്തിനിരയായതെന്ന് ബന്ധു സമ്മതിച്ചിരിക്കുന്നു.
പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ്. ഇയാളുടെ മൊബൈൽ ഫോണിൽ അത്തരം ദൃശ്യങ്ങൾ ഉണ്ട് എന്നും അടക്കമുള്ള നിർണായക കണ്ടെത്തലുകൾ പോലീസ് നടത്തി വരികയാണ്. ചോദ്യം ചെയ്യലിലൂടെ പ്രതി പൊട്ടിക്കരഞ്ഞ് കുറ്റം സമ്മതിച്ചു.